ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊഴിൽ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി പുതിയ മാൻപവർ പോർട്ടൽ കുവൈറ്റ് ആരംഭിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ആണ് ഇത് പ്രഖ്യാപിച്ചത്. സമർപ്പിച്ച എല്ലാ അപേക്ഷകളും ട്രാക്ക് ചെയ്യാനും തൊഴിൽ കരാറുകൾ അവലോകനം ചെയ്യാനും ഏകീകൃതവും പൂർണ്ണമായും സംയോജിതവുമായ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ തൊഴിൽ പരാതികൾ സമർപ്പിക്കാനും നിരീക്ഷിക്കാനും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നതിനാണ് പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അതോറിറ്റി വിശദീകരിച്ചു. പോർട്ടലിന്റെ സവിശേഷതകളെയും സേവനങ്ങളെയും കുറിച്ച് അതോറിറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ 12,866 അനധികൃത താമസക്കാരെ നാടുകടത്തിയതായി സൗദി അറേബ്യ. താമസം, തൊഴിൽ, അതിർത്തി സുരക്ഷ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ വ്യാപകമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. രാജ്യത്തുടനീളം നിയമലംഘനങ്ങൾക്കെതിരെ അധികാരികൾ പരിശോധനകളും നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ 12,866 നിയമലംഘകരെ നാടുകടത്തിയതായും യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി 23,419 പേരെ അതത് നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തതായും സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളിൽ സുരക്ഷാ സേന 19,328 അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തതായും മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ ഇനി അമിതമായി വൈദ്യുതി ഉപയോഗിച്ചാൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അധിക വൈദ്യുതി ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കുവൈറ്റ് ഊർജ്ജ മന്ത്രാലയം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കുവൈറ്റ് വൈദ്യുതി മന്ത്രാലയം അടുത്തിടെ നടത്തിയ പരിശോധനയിൽ പല മേഖലകളിലും വൈദ്യുതി ഉപയോഗത്തിൽ അസാധാരണമായ വർധനവാണ് കണ്ടെത്തിയത്. ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയം ഉയർത്തുന്നതാണ് എന്ന് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥയായ ഫാത്തിമ ഹയാത്ത് പറഞ്ഞു. രാജ്യത്ത് വൈദ്യുതി സംവിധാനത്തിന്റെ സുസ്ഥിരതയ്ക്ക് ഭംഗം വരുത്തുന്ന അംഗീകാരമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും നിയമപരമായി പിടികൂടാൻ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും ഫാത്തിമ മാധ്യമ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ മുന്നറിയിപ്പുമായി അൽ അഹ്മദി ഗവർണറേറ്റിന്റെ ഭാഗമായ അൽ വഫറ റെസിഡൻഷ്യൽ ഏരിയയിൽ അധികൃതർ വലിയ തോതിലുള്ള പ്രചാരണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ 100ഓളം വീടുകളിൽ സാധാരണ റെസിഡൻഷ്യൽ ഉപഭോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന വൈദ്യുതി ഉപഭോഗ നിരക്കുകൾ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ക്രിപ്റ്റോകറൻസി മൈനിംഗ് ഉൾപ്പെടെയുള്ള അനധികൃത പ്രവർത്തനങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിച്ചിരിക്കാം എന്നതിന്റെ സൂചനയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. യുഎഇയിലെ താപനില ക്രമാതീതമായി ഉയരുന്നു. താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രിയിലേക്ക് എത്തിയേക്കാമെന്നാണ് അറിയിപ്പുള്ളത്. രാജ്യത്തിന്റെ പ്രധാന മേഖലകളിൽ തെളിഞ്ഞ ആകാശമാണ് ദൃശ്യമാകുന്നത്. എങ്കിലും കിഴക്കൻ മേഖലകളിൽ ഇടയ്ക്കിടെ മേഘങ്ങൾ രൂപം കൊള്ളുന്നു. കഴിഞ്ഞ ദിവസം ഫുജൈറയിലെ തവിയനിൽ ഉച്ചയ്ക്ക് 1:30 46.6 ഡിഗ്രി സെൽഷ്യസാണ് ഏറ്റവും ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ താപനില അനുഭവപ്പെട്ടിരുന്നു. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വേഗതയിലും ചിലപ്പോൾ 45 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ച കുറയ്ക്കാൻ ഇടയാക്കും. പ്രത്യേകിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്ന പ്രദേശങ്ങളിൽ പൊടിക്കാറ്റുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം അലർജിയുള്ള വ്യക്തികൾ പുറത്തിറങ്ങുമ്പോൾ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അന്തരീക്ഷത്തിലെ ഈർപ്പം 70% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്ന കാലാവസ്ഥയ്ക്ക് കാരണമാകും. അറേബ്യൻ ഗൾഫിൽ നേരിയ മുതൽ മിതമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒമാൻ കടൽ താരതമ്യേന ശാന്തമായിരിക്കും. നാളെ നടത്താനിരുന്ന യൂണിറ്റി 1 റോക്കറ്റിന്റെ പരീക്ഷണാത്മക വിക്ഷേപണം മാറ്റിവെച്ചതായി ഇത്തലാഖ് സ്പേസ് പോർട്ട് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണിത്. അനുയോജ്യമായ കാലാവസ്ഥ കണ്ടെത്തി വിക്ഷേപണത്തിന്റെ സമയം പുനർക്രമീകരിക്കും. വിക്ഷേപണത്തിനായി മികച്ച സാഹചര്യങ്ങൾ അനിവാര്യമാണ്. ഇത് ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ഒരു സാധാരണ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇത്തലാഖ് FX ഫാൻ സോൺ ഏപ്രിൽ 30 വരെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി.
ഈ പൊതു ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഹോസ്പിറ്റാലിറ്റി ടെന്റുകൾ, തത്സമയ പ്രക്ഷേപണ ഏരിയ, ഔട്ട്ഡോർ വ്യൂയിംഗ് സ്പേസുകൾ തുടങ്ങിയവയാണ് ഫാൻ സോണിലുള്ളത്. ഈ വർഷം ഒമാൻ ഹജ്ജ് മിഷന് കീഴിൽ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ച എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക പെർമിറ്റ് ഉറപ്പാക്കണമെന്ന് അധികൃതർ, അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും. സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ ലൈസൻസില്ലാത്ത ഓരോ തീർത്ഥാടകനും 1000 റിയാൽ മുതൽ 2000 റിയാൽ വരെ പിഴ ചുമത്തും. അനധികൃത ഹജ്ജ് ഗതാഗത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ 500 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്നും ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും. കരമാർഗമുള്ള വരവും പോക്കും റുബുൽ ഖാലി ബത്ത അതിർത്തി വഴിയായിരിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കി. അതേസമയം ഒമാനിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിച്ചവരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി നറുക്കെടുപ്പിലൂടെയാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. ലൈസൻസുള്ള ഹജ്ജ് കമ്പനികൾ വഴി മാത്രമേ രജിസ്ട്രേഷൻ നടത്താൻ പാടുള്ളൂ. ആകെ 39,519 പേരാണ് ഇത്തവണ ഹജ്ജിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 14,000 ഇത്തവണത്തെ ഒമാന്റെ ഹജ്ജ് ക്വാട്ട. 13,098 ഒമാനികളും 470 പ്രവാസികൾക്കും അവസരം ലഭിക്കും. ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കാണ്. അറബ് പൗരന്മാരായ 235 പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 235 പേർക്കുമാണ് പ്രവാസി ക്വാട്ടയിൽ നിന്നുള്ള അവസരം. ഗവർണറേറ്റിലെ അസൈബ തീരത്ത് യാഷിൽ തീപിടുത്തം. 5 പേരെ രക്ഷപ്പെടുത്തിയതായും ഒരാൾക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് കമാൻഡും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരിക്കേറ്റയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ യാച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്കും ഇവിടെ നിന്ന് കണ്ണൂരിലേക്കുമുള്ള ഇൻഡിഗോയുടെ നേരിട്ടുള്ള സർവീസുകൾ മെയ് 15 മുതൽ ആരംഭിക്കും. നേരത്തെ ഈ സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ തീയതി പിന്നീട് മാറ്റുകയായിരുന്നു. സർവീസുകൾ ആരംഭിക്കുന്നത് ഇനിയും വൈകുമോ എന്നതും വ്യക്തമല്ല. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ സർവീസ് ഉണ്ടാവുക. കണ്ണൂരിൽ നിന്നും അർദ്ധരാത്രി 12:40 പുറപ്പെട്ട് പുലർച്ചെ 2:35 വിമാനം മസ്കറ്റിലെത്തുക. മസ്കറ്റിൽ നിന്നും പുലർച്ചെ 3:35 പുറപ്പെടുന്ന വിമാനം രാവിലെ 8:30 കണ്ണൂരിലെത്തും.